ഇത് കേരളം സ്വർഗമാക്കും, കേരളത്തിൽ എയിംസ് വരും, കേരളത്തിൽ കുറേ സ്വപ്നങ്ങൾ BJP സർക്കാർ നടപ്പാക്കുമെന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പറഞ്ഞു, ഒരുപാട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു. എന്നിട്ടിപ്പോൾ എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ യാതൊരു ആനുകൂല്യങ്ങളും ഇല്ല കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ. സത്യത്തെ എന്താണ് ഈ എയിംസ് വരും എന്നുള്ളത് പച്ചക്കള്ളമായി മാറിയില്ലേ? അല്ലെങ്കിൽ BJPയുടെ ഒരു വാക്കുണ്ട്, കേരളം സ്വർഗമാക്കും എന്ന് പറയുന്നതൊക്കെ, അതൊക്കെ ഒരു നിലവാരമില്ലാത്ത കാര്യമായി പോയില്ലേ? കാരണം ഇത്തവണയും കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിന് ഒന്നും തന്നെ ഇല്ല. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇതിൽ BJP ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് BJPയുടെ കേരള ഘടകം മലയാളികളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ കഴിഞ്ഞ കുറേ മാസങ്ങളായി, അല്ലെങ്കിൽ ഈ കോർപ്പറേഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണങ്ങൾ നോക്കുക. നിങ്ങൾ കോർപ്പറേഷനുകളിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ BJPയെ വിജയിപ്പിക്കൂ, ഞങ്ങളൊരു വലിയ മാറ്റം കേരളത്തിൽ കാണിച്ചു തരാം, മാറ്റത്തിനായി ഒരു വോട്ട് എന്നുള്ളതാണ് BJP പറയുന്നത്. അപ്പോൾ ജനങ്ങൾ, തിരുവനന്തപുരത്തെ ജനങ്ങൾ, എന്നാൽ ശരി BJP മാറ്റട്ടെ എന്ന് പറഞ്ഞ് കോർപ്പറേഷൻ ഭരണം ഈ പറയുന്ന BJPയെ ഏൽപ്പിച്ചു. അപ്പോൾ BJP അതിന് തൊട്ട് മുമ്പ് വരെ പറഞ്ഞത് എന്താണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ട് തിരുവനന്തപുരത്തിൻ്റെ വികസന രേഖ ഞങ്ങൾ പ്രഖ്യാപിക്കും, തിരുവനന്തപുരത്തെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ നഗരമായിട്ട് തിരുവനന്തപുരത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ ആയിരിക്കും മോദി പ്രകാശിപ്പിക്കുക എന്നൊക്കെയാണ് ഇവർ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത്. പക്ഷേ ആ വിജയത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരൊറ്റ പദ്ധതി പോലും പ്രഖ്യാപിച്ചില്ല. എന്ന് മാത്രമല്ല, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച് സ്ഥിരം ഒരു ഹിന്ദു എക്സ്ട്രീമിസ്റ്റ് വാദങ്ങൾ ഉയർത്തിക്കൊണ്ടിട്ടുള്ള, ഹിന്ദുയിസം പറഞ്ഞുകൊണ്ടുള്ള, ഹിന്ദുയിസം അല്ല ശരിക്കും വർഗീയത പറഞ്ഞിട്ടുള്ള പോക്കാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ അതിൽ മുസ്ലിം ലീഗ് മാവോവാദികളാണ് എന്നും UDF അവരെ പിന്തുണയ്ക്കുകയാണെന്നും CPM ഭരണം മോശമാണെന്നും CPM ഹിന്ദുവിനെതിരാണെന്നും ഒക്കെയുള്ള ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം മൊത്തത്തിൽ പോയത്. അല്ലാതെ തിരുവനന്തപുരത്തെ രാജ്യത്തെ ഒന്നാമത്തെ നഗരമാക്കി മാറ്റാനുള്ള നടപടികളൊന്നും പ്രഖ്യാപിച്ചില്ല. അപ്പോൾ BJPയോട് ചോദിക്കുകയാണ് എന്താണ് മോദി അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ VV രാജേഷ് പറയാണ്, അല്ല പദ്ധതി ഇനി പ്രഖ്യാപിക്കാൻ കിടക്കുകയാണ്, ഇത് ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് കണ്ടാൽ മതിയെന്ന്. ഇതേ ആളുകൾ പറഞ്ഞത് അധികാരം കിട്ടിയാൽ ഉടൻ മോദി ഇവിടെ നേരിട്ട് വന്ന് പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ച് കേരളത്തെ തിരുവനന്തപുരത്തെ അങ്ങ് ഏറ്റെടുത്തിട്ട് പോകുമെന്നാണ്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെയായിരുന്നു പിന്നെ കഴിഞ്ഞ വർഷം ഇതേപോലെ സംഭവിക്കേണ്ടതല്ലേ? അല്ല, അതിനു മുമ്പ് ഇതുപോലെ ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞത് സുരേഷ് ഗോപിയുടെ കാര്യമാണ്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവും, കേരളത്തിനൊരു കേന്ദ്രമന്ത്രി എന്നുകൊണ്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു എയിംസ്. കേരളത്തിലൊരു എയിംസ് വരും, രാജ്യത്തെ സകലമാന സംസ്ഥാനങ്ങളിലേക്കും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന എയിംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിനും അതെന്തായാലും തരും. ഇവിടെ എയിംസ് വരാത്തതിന് കാരണം UDFും LDFും ആണ് എന്നാണ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് സുരേഷ് ഗോപി. അപ്പോൾ അദ്ദേഹം പറയുന്നതിന് കാരണം എന്താണ്? LDFും UDFും ചേർന്ന് അവരൊരു മാറി വരുന്ന സർക്കാരുകൾ കേരളത്തെ വഞ്ചിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എയിംസ് തരാത്തത്. ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ കേന്ദ്രമന്ത്രിയാവും, വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾക്ക് എയിംസ് തരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ എന്നാണ് ഒരാഴ്ച മുമ്പ് സുരേഷ് ഗോപി പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ എന്തായി? ബജറ്റ് വന്നപ്പോൾ അതിലെ എയിംസിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാജീവ് ചന്ദ്രശേഖരനോട് മാധ്യമങ്ങൾ ചില ചോദ്യം ചോദിച്ചു. ഏതാണ്ട് 2 മണിക്കൂർ മുമ്പാണ്, ഒരു 2-2:30 ആ സമയത്താണ്. രാജീവ് ചന്ദ്രശേഖർ കിടന്ന് ഉരുളുകയാണ്. രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് കേരളത്തിന് വേണ്ടി കേന്ദ്രം പ്രഖ്യാപിച്ച പദ്ധതികൾ ഒരു 8 പേജ് ഡോക്യുമെൻ്റ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഇത് മുഴുവൻ പഠിച്ച് പറയാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ പഠിക്കട്ടെ, ഞാൻ പറയാം. ആലോചിച്ച് നോക്കുക, ഒരു 8 പേജിൽ പദ്ധതികൾ ഏതൊക്കെയാണ് എന്ന് പറയാനാണ് അത്ര താമസം? അല്ലെങ്കിൽ വെറുതെ ഫ്രാങ്കായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു 10 പദ്ധതികളുടെ പേരങ്ങ് എടുത്ത് പറഞ്ഞിട്ട് ബാക്കി ഒരുപാടുണ്ട്, ഞാൻ പഠിച്ചിട്ട് പറയാനാണെങ്കിൽ കുഴപ്പമില്ല. ഇത് 8 പേജ് PDF എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്, എനിക്ക് തുറക്കാൻ സമയം കിട്ടിയില്ല, ഞാൻ പഠിക്കാൻ സമയം കിട്ടിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? കേരള BJP നേതൃത്വത്തിന് പുല്ലുവില പോലും കേന്ദ്ര നേതൃത്വം കൽപ്പിക്കുന്നില്ല. ഇപ്പം കേരളത്തിൽ തേനൊഴുക്കും പാലൊഴുക്കും മാറ്റത്തിന് വേണ്ടി ഒരു വോട്ട്, വികസന നായകനായി രാജീവ് ചന്ദ്രശേഖർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മനുഷ്യനെ ഒന്നും BJP ദേശീയ നേതൃത്വം ആ ഭാഗത്തേക്ക് അടുപ്പിക്കുന്നില്ല. കേന്ദ്ര സർക്കാർ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സുരേഷ് ഗോപി. സുരേഷ് ഗോപി ഇവിടെ കിടന്ന് പല തള്ളും തള്ളിയിട്ട് ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ ഇല്ലാതെ കേരളത്തിനൊന്നും തരുന്നില്ല എന്ന് പറയുമ്പോൾ ഓരോ ഗോഷ്ഠികൾ കാണിക്കുകയാണ്. ഇതിനു മുമ്പ് 2 തവണ നമ്മളത് കണ്ടതാ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് വയനാടിന് എന്തെങ്കിലും കൊടുത്തോ എന്ന് ബ്രിട്ടാസ് ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇടതുപക്ഷം ചോദിക്കുന്ന സമയത്ത് ഓരോ ആംഗ്യങ്ങൾ കാണിച്ച് കളിയാക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ BJPക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, BJP കേരള നേതൃത്വത്തിന്.
അതായത് ശരിക്കും BJP കേരള നേതൃത്വം ചെയ്യേണ്ടിയിരുന്നത് കേരളത്തിൻ്റെ വികസന രേഖ, അതായത് കേരളത്തിന് ഇന്ന വികസന പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിനൊരു കത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ബജറ്റിൽ ഇത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഉണ്ടല്ലോ, 2 മന്ത്രിമാരും ഉൾപ്പെടെയുണ്ട്, അവർ വഴി നടപ്പാക്കുകയായിരുന്നു. ഇതിൻ്റെ അർത്ഥം കേരളത്തിലെ ഒരൊറ്റ എണ്ണത്തിനെ കേന്ദ്ര നേതൃത്വം ആ ഭാഗത്തേക്ക് അടുപ്പിച്ചിട്ടില്ല. ബജറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക ചർച്ച പോലും കേരളത്തിൽ നിന്നുള്ള MP-മാരുമായിട്ട് നടത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. BJP MP-മാരെ പരിപൂർണമായി ഗെറ്റ് ഔട്ട് അടിച്ചിരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് അതിനുള്ള ഇച്ഛാശക്തിയില്ല. സുരേഷ് ഗോപിക്ക് തൻ്റെ വോട്ടർമാരെ ഒരു വിലയുമില്ല, സ്വന്തം നാടിനോട് യാതൊരു സ്നേഹവുമില്ല. ആ നിലയിൽ നമ്മളതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ മറുനാടൻ സാജൻ്റെ ഒരു വീഡിയോ കണ്ടു. അവിചാരിതമായിട്ടൊരാളെ എനിക്ക് അയച്ചു തന്നതാണ്. അതായത് കേരളത്തിന് വാരിക്കോരി കേന്ദ്രം കൊടുത്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നത്. അദ്ദേഹം ഒരു തികഞ്ഞ സംഘപരിവാർ പ്രചാരകനാണ്. BJPക്ക് വേണ്ടി ഏതറ്റം വരെയും വീഡിയോ ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ആളാണ്. എന്ത് നുണകളും പറയും. ന്യൂനപക്ഷ വിരുദ്ധതയാണ് അടയാളം. മുസ്ലിങ്ങൾക്കെതിരെ കടന്നാക്രമിക്കുന്ന വീഡിയോകളൊക്കെ ചെയ്ത് സംഘപരിവാറിനെ സുഖിപ്പിച്ച് നിർത്തി പല നടപടികളിൽ നിന്നും രക്ഷ നേടുന്ന ഒരാളാണ്. ഈ മനുഷ്യൻ പറയുന്നത് വെറുതെ കിടന്ന മോങ്ങല്ലേ, നിർമ്മല കടലോളം തന്നത് വാരി തിന്നാൻ നോക്കുക എന്നാണ്. അതായത് ഇവൻ്റെയും ഇവൻ്റെ ആളുകളുടെയും ഒക്കെ തറവാട്ടിൽ നിന്ന് കൊടുത്ത സ്ത്രീധനത്തിൽ നിന്ന് എടുത്ത് തന്ന പോലെയാണ് ഇവനൊക്കെ പറയുന്നത്. ഇതേപോലെ തന്നെയാണ് മണിയാശാനും ഇന്നാൾ പറഞ്ഞത്, പെൻഷൻ വാങ്ങി നക്കിയിട്ട് നിങ്ങൾ പിന്നിൽ നിന്ന് കുത്തിയില്ലേ എന്ന്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും വേണ്ടി പ്രഖ്യാപിക്കുന്ന ചില പദ്ധതികൾ, അതിൽ കേരളമുണ്ടെങ്കിൽ അതാണ് കേരളത്തിനുള്ള ആനുകൂല്യം എന്ന് കരുതിയിട്ട് നിങ്ങൾ മിണ്ടാണ്ടിരുന്നോണം, വാങ്ങി നക്കിക്കോണമെന്നാണ്. ഇപ്പോൾ രാജ്യവ്യാപകമായിട്ട് ഇൻഷുറൻസ് പദ്ധതി, വിദ്യാഭ്യാസ പദ്ധതി, റെയിൽ പദ്ധതി, ഇതൊക്കെ രാജ്യവ്യാപകമാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഈ പറയുന്ന കന്യാകുമാരിയിലേക്ക് ഒരു പുതിയ ട്രെയിൻ അനുവദിച്ചാൽ അത് കേരളത്തിന് വേണ്ടിയുള്ള പദ്ധതി എന്ന് പറയാൻ കഴിയില്ല. അത് കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ മുഴുവൻ അതിൻ്റെ ഗുണഭോക്താക്കളാണ്. രാജ്യവ്യാപകമായി പ്രധാനമന്ത്രി വിദ്യാഭ്യാസ മേഖലയിൽ പെൺകുട്ടികൾക്ക് ഒരു സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയാൽ അതിൽ കേരളവും ഉൾപ്പെടും. പക്ഷേ അത് കേരളത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല. രാജ്യവ്യാപകമായി മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന ഒരു പദ്ധതി ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അതിൽ രാജ്യത്തുള്ള മുഴുവൻ മത്സ്യത്തൊഴിലാളികളും വരും, അതിൽ കേരളവും ഉൾപ്പെടുമെന്നേ ഉള്ളൂ. അത് കേരളത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന് തന്നിട്ടുള്ളത് എന്താ? ആമ സംരക്ഷണം. ഒരു ട്രോൾ ഇറങ്ങിയിട്ടുണ്ട്, അത് നോക്കാം. ഈ നിർമ്മലാ സീതാരാമനെ സുരേഷ് ഗോപി വിളിച്ചിട്ട് നിർമ്മലാ സീതാരാമൻ ചോദിക്കുകയാണ്, എയിംസ് അല്ലേ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ സുരേഷ് ഗോപി ആമ അത് പറയും. അപ്പോൾ തന്നെ ആമകളെ സംരക്ഷിക്കാൻ പദ്ധതി കൊടുത്തു. ഈ രീതിയിലൊക്കെയുള്ള ഒരുപാട് ട്രോളുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ MM മണി പറഞ്ഞത് നോക്കുക, എവിടെയോ എയിംസ് മറ്റേ മോനെ എന്നാണ് സുരേഷ് ഗോപിയോട് ചോദിക്കാൻ തോന്നുന്നത്. പക്ഷേ അയാളുടെ ഗതികേട് കാണുമ്പോൾ ചോദിക്കാൻ തോന്നുന്നത് സത്യമാണ്. സുരേഷ് ഗോപിക്ക് ചിലപ്പോൾ കേരളത്തെ രക്ഷിക്കണം, കേരളത്തിൽ വലിയ പദ്ധതികൾ കൊണ്ടുവരണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, തലകുത്തി വെക്കണം എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ അതൊന്നും നടപ്പാക്കിയെടുക്കാനുള്ള ചങ്കുറപ്പ്, പാങ്ങില്ല പുള്ളിക്ക് സിനിമ സ്റ്റൈലിൽ ഇങ്ങനെ മാടമ്പി കളിച്ച് നടക്കാനും ഈ പറയുന്ന പോലെ രാജാവായിട്ട് തമ്പ്രാൻ കളിച്ച് നടക്കാനൊക്കെ പറ്റുള്ളൂ. പിന്നെ ഇടയ്ക്ക് കുറച്ച് PR വർക്ക് വഴി വീഡിയോ ഇട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, അത് തന്നെ PR വർക്ക് ചെയ്യുക. ഈ സകലമാന ഓൺലൈനിലും എന്തോ BGM ഒക്കെ ഇട്ട് ഒരു തമ്പ്രാൻ വരുന്ന പോലെ ഇങ്ങനെ വരുത്തുക, ഇതൊക്കെ നടക്കുള്ളൂ. അല്ലാണ്ട് നാടിന് ഗുണമുള്ള ജനങ്ങൾക്ക് ഗുണമുള്ള ഒരു പരിപാടി ഈ ചങ്ങായിനെ കൊണ്ട് നടക്കില്ല. ഞാൻ പറഞ്ഞത്, ഇദ്ദേഹം ഇലക്ഷന് പോകുന്ന ഒരു പദയാത്ര നടത്തി, വായിൽ നിന്ന് വന്നൊരു പദയാത്ര, കരുവന്നൂർ പോലെ തൃശ്ശൂർ വരെ. അന്ന് പറഞ്ഞത് കരുവന്നൂരിലെ മുഴുവൻ ആളുകളുടെയും പണം വേണമെങ്കിൽ കേന്ദ്രസേനയെ ഇറക്കി ഞാൻ പിടിച്ചു മേടിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എവിടെ ആ അന്വേഷണം എവിടെ പോയി? അത് ഡീലായി, ആ പരിപാടി അവിടെ അവസാനിച്ചു എന്നാണ് കേൾക്കുന്നത്. കേന്ദ്ര ഏജൻസി വരുന്നു, ഇപ്പം പൈസ തിരിച്ചു കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഒന്നും നടന്നിട്ടില്ല. ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ തകരുകയാണ്. തൃശ്ശൂരിന് വേണ്ടി പ്രത്യേകം പദ്ധതി വരുമെന്ന് പറഞ്ഞു, ഒന്നും ഇതുവരെ തൃശ്ശൂരുകാർ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, കേന്ദ്രത്തിൻ്റെ ടോട്ടൽ ഗ്രാമവികസന പദ്ധതികൾ എന്ന് പറഞ്ഞാൽ അനുവദിക്കുന്നതിൽ ചിലത് കിട്ടുമായിരിക്കും. അതൊന്നും പക്ഷേ തൃശ്ശൂരിന് വേണ്ടിയോ കേരളത്തിന് വേണ്ടിയോ ഉള്ള എക്സ്ക്ലൂസീവ് പദ്ധതികളല്ല. BJP ആളുകളെ പറ്റിക്കുന്ന അങ്ങനെയാണ്. ഇപ്പോൾ കേരളത്തിന് എന്തെങ്കിലും പദ്ധതികൾ നിങ്ങൾ തന്നില്ലേ എന്ന് BJPക്കാരോട് ചോദിക്കുമ്പോൾ ഇവർ രാജ്യവ്യാപകമായി അനൗൺസ് ചെയ്തിട്ടുള്ള പദ്ധതികളുണ്ടാവും. കുട്ടികളുടെ സുരക്ഷ, സ്ത്രീകളുടെ സുരക്ഷ, അംഗനവാടികൾക്ക് പണം, ഗ്രാമീണ റോഡുകളുടെ വികസനം, ദേശീയപാത വികസനം, ഇതെന്ന് പറഞ്ഞാൽ രാജ്യം മുഴുവനായിട്ട് അനുവദിക്കുന്നതാണ്. അപ്പോൾ ട്രെയിനുകൾ നൽകുന്നത്, ട്രെയിനുകൾ പുതുതായി അനുവദിക്കുന്നത്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സംസ്ഥാനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. പക്ഷേ കേരളത്തിന് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് എന്താണ്? അവിടെയാണ് ചോദ്യം. കേരളത്തിൻ്റെ മാത്രം വികസനത്തിന് അല്ലെങ്കിൽ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഇപ്പോൾ പുതിയ ട്രെയിനുകൾ വന്നു, ദേശീയപാത വന്നു, ഇതൊക്കെ കേരളത്തിന് മുതൽക്കൂട്ടാണ്. കേരളത്തിൻ്റെ വികസനത്തിനോ അല്ലെങ്കിൽ കേരളത്തിന് മുന്നോട്ടുള്ള പോക്കിനൊക്കെ അത് ഗുണവും ചെയ്യും. പക്ഷേ കേരള സംസ്ഥാനത്തിൻ്റെ പല പ്രത്യേകതകളുമുണ്ട്. അത്
വികസിപ്പിക്കാനായിട്ട് എന്താണ് ഉണ്ടായിട്ടുള്ളത്? അപ്പോൾ കേരളം ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ്. ഈ ബജറ്റിൽ കേരളത്തിൻ്റെ ടൂറിസം മേഖലകൾ വികസിപ്പിക്കാൻ എന്ത് ചെയ്തു? കേരളത്തിൽ ഉൾനാടൻ ജലഗതാഗതം വളരെ കൂടുതലുള്ള ഒരു സ്റ്റേറ്റാണ്. അതിനെ പരിപോഷിപ്പിക്കാൻ ഇവിടെ എന്ത് ചെയ്തു? ഉൾനാടൻ ജലഗതാഗതം കൊടുത്ത് ഒഡീഷയ്ക്കാണ്. എന്തുകൊണ്ട് കേരളത്തിന് കൂടി തന്നില്ല? കേരളത്തിൻ്റെ വ്യവസായ മേഖല വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കേന്ദ്ര സ്ഥാപനങ്ങൾ കേരളത്തിലേക്ക് വരുന്നതായിട്ട് അംഗീകരിക്കാതെ കൊടുക്കാൻ വരുന്നില്ല. ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ആമയും തെങ്ങും ഒക്കെ പറഞ്ഞ് ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറഞ്ഞ് വിടുകയാണ്. അപ്പം ഞാൻ പറയുന്നത് ആമ തേങ്ങ പദ്ധതികളൊന്നും അല്ലാതെ പുതുതായിട്ടുള്ള ഒന്നും തന്നെ കേരളത്തിൽ കിട്ടാതെ വരുമ്പോൾ അത് സുരേഷ് ഗോപിക്കും വലിയ തിരിച്ചടിയാണ്. എന്തിനാണ് BJP വിജയിപ്പിച്ചിട്ട് എന്ന് ചോദ്യം ജനങ്ങൾ ചോദിക്കുകയാണ്. BJPയുടെ കപട മുഖം ജനങ്ങൾ തിരിച്ചറിയുകയാണ്. അപ്പോൾ കേന്ദ്രത്തിൽ അധികാരമുണ്ടായിട്ടും 2 MP-മാരെ തന്നിട്ടും 2 കേന്ദ്രമന്ത്രിമാരെ തന്നിട്ടും എന്തുകൊണ്ട് കേരളത്തിനൊന്നും കൊണ്ടുവരാൻ ഇവർക്ക് പറ്റുന്നില്ല? BJPക്ക് പറ്റുന്നില്ല. രാജ്യം കണ്ട ഏറ്റവും വലിയ ടെക്നോക്രാറ്റും ബിസിനസ്സുകാരനും കോർപ്പറേറ്റും ഒക്കെയാണ് രാജീവ് ചന്ദ്രശേഖർജി. അദ്ദേഹത്തിന് എന്തുകൊണ്ട് ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് വേണ്ടി പുതിയ പദ്ധതികൾ തരാൻ കഴിയുന്നില്ല? അപ്പോൾ അതിൻ്റെ അർത്ഥം യുവമാരെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളില്ല എന്നുള്ളതാണ്. ജനങ്ങൾ മനസ്സിലാക്കിക്കോളുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ കിടന്ന് ഉരുളുന്നത്. അപ്പോൾ ഇനി പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ BJP വിശ്വസിക്കരുത്. BJPക്ക് ഈ രാജ്യത്തെ ഏറ്റവും വലിയ അധികാര പദവിയാണ് കേന്ദ്ര സർക്കാർ പദവി. അത് കിട്ടിയിട്ട് ആ ഭരണം ഉണ്ടായിട്ട് മോദിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണ് സുരേഷ് ഗോപി. മോദിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണ് രാജീവ് ചന്ദ്രശേഖർ. ഇത്രയും ബന്ധങ്ങൾ ഇവർ പൊളിറ്റിക്കലായിട്ട് പറയുമ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ ഇവിടെ പലതും നടക്കും, ഞങ്ങൾക്ക് ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്, മോദി വരും, അമിത്ഷാജി വരും, എല്ലാവരും വരും എന്നൊക്കെ പറയുന്നു. ആ തള്ളുന്ന സമയത്ത് ഭയങ്കര ബന്ധമാണ്. ഇതൊരു കാര്യത്തോടടുക്കുമ്പോൾ അയ്യോ പിണറായി അല്ലേ ഭരിക്കുന്നത്, LDF അല്ലേ ഭരിക്കുന്നത്, UDF അല്ലേ ഇതിനു മുമ്പ് ഭരിച്ചത്, അവരല്ലേ ചെയ്യേണ്ടത് എന്ന നിലയിലേക്ക് കാര്യത്തോടെടുക്കുമ്പോൾ LDF-ൻ്റെയും UDF-ൻ്റെയും തലയിലിട്ടിട്ട് ഇവർ കൈ കഴുകുകയാണ്. ഈ കള്ളത്തരം ജനങ്ങൾ തിരിച്ചറിയണം. രാജ്യവ്യാപകമായി നൽകിയിട്ടുള്ള പദ്ധതികളിൽ കേരളവും ഗുണഭോക്താവാണെന്ന് വെച്ചിട്ട് അതിൻ്റെ കണക്കെടുത്തിട്ട് കേരളം ഭയങ്കരമായിട്ട് കേന്ദ്രം വാരിക്കോരി തന്നിട്ടുണ്ട് എന്ന നെറേറ്റീവുകൾ ഉണ്ടാക്കുന്നത് മണ്ടത്തരമാണ്. ഇപ്പോൾ കേരളം കൊടുക്കുന്ന ടാക്സിൽ നിന്ന് തിരിച്ചു കിട്ടുന്നത് വളരെ കുറവാണ് കേരളത്തിന്. അതിൻ്റെ പട്ടികയൊക്കെ ഇപ്പം സജീവ ചർച്ചയായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ജനങ്ങളത് മനസ്സിലാക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. UPക്ക് 17.619% കൊടുക്കുന്നത്. കേരളത്തിന് വെറും 2.382% സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്രവിഹിതം കണക്കാക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അവിടെ തന്നെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് കേരളം മാറുകയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിനോട് ഈ അവഗണന എന്ന ചോദ്യത്തിന് അങ്ങനെ വീണ്ടും ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും സുരേഷ് ഗോപിക്ക് വലിയ തിരിച്ചടിയാണിത്. അതുപോലെ തന്നെ ജോർജ് കുര്യൻ എന്ന കേന്ദ്രമന്ത്രിക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. അതുപോലെ വിശ്വാസം നഷ്ടപ്പെട്ട് ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. BJP-യെ നമ്പരുത്. BJP വരും. ഈ നിയമസഭാ ഇലക്ഷനൊക്കെ വരാനിരിക്കുക. ഇനിയിപ്പം BJP വരുമ്പം വലിയ വലിയ സ്വപ്നങ്ങളും വികസനങ്ങളും ഒക്കെ നടക്കുമെന്ന് പറയുമ്പം ഈ കാര്യങ്ങളും കൂടി ജനങ്ങൾ ഓർക്കണം. അതായത് 2 ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോഴും 2 കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ട് കേരളത്തിന് എന്താ പറയാ യാതൊരു തരത്തിലുള്ള ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ വീണ്ടും നിയമസഭ വരുമ്പോൾ BJPക്ക് വോട്ട് ചെയ്യുന്ന ഓരോ ആളുകളും അല്ലെങ്കിൽ BJP തന്നെ ഉള്ളവരാണെങ്കിൽ പോലും ഒന്ന് ഓർക്കണം നമ്മുടെ കേരളത്തിന് എന്ത് കിട്ടിയെന്നുള്ളത്. തീർച്ചയായിട്ടും BJP-ക്കാർ പോലും കേന്ദ്രം വാരിക്കോരി തന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിനും നടത്തില്ല, മിണ്ടാതിരിക്കുകയാണ്. തുടർച്ചയായി കേന്ദ്രം വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായ സമയത്ത് നമ്മളത് കണ്ടതാണ്. 10 പൈസ നമുക്ക് അഡീഷണൽ ആയിട്ട് തന്നിട്ടില്ല. വലിയ മനുഷ്യത്വം നഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വലിയ സഹായം നമുക്ക് കിട്ടേണ്ടതാണ്. അതുപോലും ഇല്ലാതാക്കി കളഞ്ഞു, അതുപോലും തന്നില്ല. അപ്പോൾ BJP പിന്നെ ഇവിടെ LDF-നെയും UDF-നെയും കുറ്റം പറഞ്ഞിട്ട് ഞങ്ങൾ മാത്രമാണ് ശരി, ഞങ്ങൾ വന്നാൽ ഇവിടെ നന്നാവൂ എന്ന് പറയുന്നതിൽ വലിയ കള്ളത്തരമുണ്ട്, പൊള്ളത്തരമുണ്ട്. ജനങ്ങളത് ഈ ബജറ്റോട് കൂടിയെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവും, മനസ്സിലാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.